വന്ദേ മാതരത്തിനല്ല കുഴപ്പം. വന്ദേ മാതരത്തെ എതിർക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കുമാണ് പ്രശ്നം. പാടണോ പാടണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവർണർമാരാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്, അതല്ലെങ്കിൽ മറ്റു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരാണ്. ആ സത്യത്തിൽ വന്ദേ മാതരത്തിനോടുള്ള വിരോധമാണ് പിന്നീട് പാകിസ്ഥാൻ വിഭജനത്തിലും ഇന്ത്യ വിഭജനത്തിലും പാകിസ്ഥാന്റെ രൂപീകരണത്തിലും ഒക്കെ കലാശിച്ചത്. നമസ്കാരം. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമുള്ള ഒരു ഗീതമാണ് വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ബംഗാളി ഗാനം. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുന്ന വേളയിൽ ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലെ കാരണം? ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മനസ്സിൽ എന്താണുള്ളത്? വന്ദേ മാതരം എതിർക്കപ്പെടേണ്ടതാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് BJPയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനാണ്. അദ്ദേഹത്തിന്റെ വാക്ക്. വന്ദേ മാതരത്തിനല്ല കുഴപ്പം. വന്ദേ മാതരത്തെ എതിർക്കുന്ന, അതല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാത്ത കുറെ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റു സംഘടനകൾക്കും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കുമാണ് പ്രശ്നം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു ഗീതമാണ് വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ രചിച്ച ആനന്ദമഠം എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകാൻ വേണ്ടി രചിച്ച ഒരു ആ നാടകത്തിലെ വിപ്ലവകാരികൾ പാടുന്ന ഗീതമാണ് വന്ദേ മാതരം. ആ വന്ദേ മാതരത്തെ നമ്മൾ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ദേശീയ ഗാനമായി നമ്മൾ അംഗീകരിച്ചു. 1950 ജനുവരി മാസം 24-ാം തീയതി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദിന്റെ വിജ്ഞാപനത്തോടുകൂടി, പ്രസ്താവനയോടുകൂടിയാണ് വന്ദേ മാതരം, അതായത് 6 ഖണ്ഡിക 3 മിനിറ്റും 10 സെക്കൻഡും എടുത്ത് പാടുന്ന രീതിയിൽ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. തുടർന്ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജനഗണമനയും ഈ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ വന്ദേ മാതരവും പാടാറുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത്, അതായത് മെയ് 6-ാം തീയതി കേന്ദ്ര സർക്കാർ വന്ദേ മാതരത്തിന്റെ ആലാപനവുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനമിറക്കി. പ്രസിഡന്റ്, രാഷ്ട്രപതി, ഭരണഘടനാ പദവിയിലുള്ളവർ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ വന്ദേ മാതരം പാടണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടില്ല, പാടുകയാണെങ്കിൽ അത് നാഷണൽ ആന്തത്തിന്റെ മുമ്പേ പാടണം, അത് മുഴുവനായിട്ടും പാടണം, അതിനുശേഷം നാഷണൽ ആന്തം പാടണം എന്നാണ് പുതിയ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് പാടണോ പാടണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവർണർമാരാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്, അതല്ലെങ്കിൽ മറ്റു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരാണ്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ സത്യപ്രതിജ്ഞ ചടങ്ങിലും കേരള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലും ഈ വന്ദേ മാതരം പാടാൻ നിർദ്ദേശമുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ആലപിച്ചു. അത് ആലപിച്ചത് നമ്മുടെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ പിന്നിൽ 1950 ജനുവരി 24-ലെ അന്നത്തെ രാഷ്ട്രപതിയുടെ വിജ്ഞാപനമുണ്ട്. അപ്പൊ അത് അതിൻ്റെതായ കൃത്യമായ നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് ചെയ്തത്. പിന്നെ അതിനെന്തിനാ എതിർക്കുന്നതെന്ന് അറിയില്ല. കാക്കിനാട AICC സമ്മേളനത്തിൽ വെച്ച് അന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇറങ്ങിപ്പോയിരുന്നു. ആ സത്യത്തിൽ വന്ദേ മാതരത്തിനോടുള്ള വിരോധമാണ് പിന്നീട് പാകിസ്ഥാൻ വിഭജനത്തിലും ഇന്ത്യ വിഭജനത്തിലും പാകിസ്ഥാന്റെ രൂപീകരണത്തിലും ഒക്കെ കലാശിച്ചത്. അപ്പൊ ഈ മനസ്ഥിതി ഇപ്പോഴും കുറെ ആളുകൾക്കുണ്ട് എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമാണ്. ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത് വിവരക്കേടാണ് ഇവരെ ഇതിലേക്ക് നയിക്കുന്നതെങ്കിൽ അവർ ആ വിവരക്കേട് മാറ്റുന്നതാണ് അവർക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലത് എന്നാണ് പറയാറുള്ളത്. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടുനിന്ന കാലത്ത് ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിനകത്താണ് ഇത്തരത്തിൽ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു ഗാനം ആദ്യമായി ഉൾപ്പെടുത്തുന്നത്. പിന്നീട് ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത ആ ഗാനം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്റെ ഉള്ളിലും ദേശീയത വളരുന്നതിന് വലിയ നിമിത്തമായി തീർന്നു എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിൽ ഒരുപാട് കാലത്തെ ചരിത്രം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പേറുന്ന ഒരു ഗാനം ഇത്തരത്തിലൊരു വിവാദവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്തു തന്നെയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കേണ്ടതുണ്ട്. എന്താണ് ഈ വിവാദങ്ങളുടെ പിന്നിലെ കാരണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.